السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد، عن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم كان يدعو: أعوذ بك من البخل والكسل وأرذل العمر وعذاب القبر وفتنة الدجال وفتنة المحيا والممات. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്: നിശ്ചയം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്ഉ, ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അഊദു ബിക മിനൽ ബുഖ്ലി, അല്ലാഹുവേ പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, വൽ കസലി, അലസതയിൽ നിന്നും, വ അർദലിൽ ഉമുരി, അവശമായ വാർദ്ധക്യത്തിൽ നിന്നും, വ അദാബിൽ ഖബരി, ഖബറിലെ ശിക്ഷയിൽ നിന്നും, വ ഫിത്നത്തിൽ ദജ്ജാലി, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും, വ ഫിത്നത്തിൽ മഹ്യ, ജീവിതത്തിലെ ഫിത്നകളിൽ നിന്നും, വൽ മമാതി, മരണത്തിലെ ഫിത്നയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മഹാനായ അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പ്രാർത്ഥന എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. പിശുക്ക്, അലസത, അവശമായ വാർദ്ധക്യം, ഖബറിലെ ശിക്ഷ, ദജ്ജാലിന്റെ ഫിത്ന, ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്ന, ഇവയിൽ നിന്നെല്ലാം കാവൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും കാവൽ ചോദിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഹദീസ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത്, നമുക്കറിയാം ഭൂമിയിലേക്ക് ധാരാളം ബലാഅകൾ ഇറങ്ങുമെന്ന് നമ്മുടെ മശായിഖന്മാർ പറഞ്ഞ മണിക്കൂറുകളിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇന്നലെ അസ്തമയത്തോടുകൂടി, ബുധനാഴ്ച അസ്തമയത്തോടുകൂടി ഈ വ്യാഴം പകലുകളൊക്കെ ഒരു വർഷത്തിലെ ഏറ്റവും അപകടകരമായ മണിക്കൂറുകളാണ് നമുക്ക് മുന്നിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. 3 ലക്ഷത്തിലധികം രോഗങ്ങളും പ്രയാസങ്ങളും ഈ രാവിൽ ഇറക്കുമെന്ന് ബാബ ഫരീദുദ്ദീൻ കഞ്ചുശക്കർ റളിയല്ലാഹു അൻഹു, നമ്മുടെ മശായിഖാണ്, മഹാനായ ഖാജ മുഈനുദ്ദീൻ ഹസനുസ് സഞ്ജരിയിൽ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. സഫർ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച വർഷത്തിലെ ഏറ്റവും പ്രയാസമുള്ള ദിവസമായി സൂഫികൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ ആ മണിക്കൂറുകളിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടവരാണല്ലോ നാം, മശായിഖന്മാരുടെ പാരമ്പര്യവുമായി മുന്നോട്ട് പോകുന്ന നാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നമ്മുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കണം. സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക, കാവൽ തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മശായിഖന്മാരുടെ അവർ സ്നേഹിക്കുന്നവർ, അവരെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഭൂമിയിൽ അല്ലാഹു സമാധാനം നിറക്കട്ടെ. എല്ലാ ബലാഅകളിൽ നിന്നും എല്ലാവരെയും അല്ലാഹു, നമ്മളോട് ബന്ധപ്പെട്ട സകലരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.